Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ സ്വന്തം ബീഫ് പള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. കാസർഗോഡ് സ്പെഷ്യലാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 kg ബീഫാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചതായിരുന്നു. അത് വെള്ളമൊക്കെ ആറിയതിന് ശേഷമാണ് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. നമ്മൾ ഏത് പോട്ടിലാണോ ഉണ്ടാക്കുന്നുള്ളത്, ചട്ടിയിലാണോ ഉണ്ടാക്കുന്നുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചിലവർ പ്രഷർ കുക്കറിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ സെയിം പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് 4 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ് ടൊമാറ്റോവും ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും 3 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ 2 ടീസ്പൂണ് കൊറിയാണ്ടർ പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയാണ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ലൈം ജ്യൂസില്ലേ, ചെറുനാരങ്ങ പിഴിഞ്ഞത്, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വെച്ച് ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉമ്മക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതവിടെ വേവുന്ന ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് മുളക് വറുത്തത് ആവശ്യമുണ്ട്. അതിന് കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 14 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് മല്ലിയിലെ കൊറിയാണ്ടർ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾക്കൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ കൊറിയാണ്ടർ ഞാൻ ഈ ടൈമിലാണ് കഴുകാറുള്ളത്. അങ്ങനെ കഴുകിയിട്ട് അതിനെയും വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് നല്ല ജീരകയില്ലേ, വലിയ ജീരകം, ഫെനൽ സീഡ്, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനെയും നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുള്ളത്. ഇതൊക്കെ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നമ്മൾക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. ഇത് ഇത്രയും പൊഴിഞ്ഞിട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള കാശ്മീരി മുളകില്ലേ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ പാകം. അപ്പോഴേക്കും നമ്മളുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 വേവ് ആവുമ്പോഴത്തേനും മതി. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കാശ്മീരി മറ്റേ മല്ലിപ്പൊടിയും 2 മിക്സ് ആക്കിയിട്ട് പൊടിച്ചിട്ടില്ല, വറുത്ത് പൊടിച്ചത്, ആ വറുത്ത് പൊടിച്ച പൊടീനെ ഈ ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾക്ക് ഇതിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആകെ മൊത്തം 1/4 കപ്പാണ് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അങ്ങനെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് 1/4 വേവ് കൂടി ബാക്കിയുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ് കൂടി ഇത് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ നമ്മളുടെ ബീഫ് പള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈപ്പിലും നമ്മളെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് കൂടാതെ തേങ്ങ വറുത്ത് പൊടിച്ചിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് 1 മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിനെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ നല്ലോണം വലിയ പീസായിട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾക്ക് ഇത് രണ്ടും ഇതിലേക്ക് നല്ല പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ബീഫ് പള്ളിക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കാത്ത
കഴിക്കാത്തവരുണ്ടെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി കൂടിയാണ്. ഇതിൻ്റെ കൂടെ ഗീ റൈസാണ് നമ്മളുടെ നാട്ടിൽ പൊതുവെ കഴിക്കാറുള്ളത്. പത്തിരിക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പത്തിരി ആയാലും ചപ്പാത്തി ആയാലും എന്തിൻ്റെ കൂടെയാണെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എന്തായാലും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.